السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين اللامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ, ഈ മജ്ലിസിന്റെ മുഹബ്ബീങ്ങൾ, എപ്പോഴും അവർക്ക് വേണ്ടിയാണ് നമ്മളെ മജ്ലിസിലെ ദുആ. ഈ മജ്ലിസിന്റെ മുഹബ്ബീങ്ങൾ അവർ ഇഷ്ടം വെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൊക്കെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ്. അവിടുത്തെ അഹ്ലു ബൈത്തിനെ അവർ ഇഷ്ടം വെക്കുന്നത് ഹബീബായ തങ്ങൾ അതിലൊക്കെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ്. അഹ്ലു ബൈത്തിന്റെ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലും നോട്ടവുമുള്ള ഈ മജ്ലിസ് അല്ലാഹുവിനെ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഖിയാമം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അല്ലാഹുവേ ഖിയാമം വരെ നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മജ്ലിസിൽ ധാരാളം ദിക്റുകളും ഇസ്തിഗ്ഫാറും സ്വലാത്തും ചൊല്ലി ദുആ വസിയത്തുകൾ വായിച്ച് കൂട്ടമായിട്ടുള്ള ദുആണ്. ഇന്ന് ശവ്വാൽ 14 ഇന്ന് ശവ്വാൽ 14 പകലിലാണ് ഞാൻ നിലകൊള്ളുന്നത്. ശവ്വാൽ 14 പകലിൽ മഹത്താക്കപ്പെട്ട ദിക്റുകൾ, അത്ഭുതകരമായിട്ടുള്ള ദിക്റുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്റിനെ പറ്റി പറഞ്ഞത്, ദിക്റിന്റെ മജ്ലിസിനെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത് റിയാലുൽ ജന്ന, ഇത് സ്വർഗ്ഗത്തിലൊരു പൂന്തോപ്പാണ്. ഇത് സ്വർഗ്ഗത്തിലെ പൂന്തോപ്പാണ്. മുഅ്മിനീങ്ങളെ, നമ്മളെ മജ്ലിസ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ദിക്റിന്റെ മജ്ലിസ്, ദിക്ർ ചൊല്ലുന്നവര് അത് സ്വർഗ്ഗത്തിലൊരു പൂന്തോപ്പാണ്. അത് സ്വർഗ്ഗത്തിലെ പൂന്തോപ്പാണ് ഈ ദിക്റിന്റെ മജ്ലിസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് റിയാദുൽ ജന്ന, ഇത് സ്വർഗ്ഗത്തിലെ പൂന്തോപ്പാണ്. അതുകൊണ്ട് ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കണേ. അതുകൊണ്ടാണ് എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾ മജ്ലിസിൽ ധാരാളം ദിക്ർ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഈ പൂന്തോപ്പിൽ, സ്വർഗത്തിലെ പൂന്തോപ്പിൽ ഇരിക്കുന്നവർക്ക് അവരെ മുറാദ് ഹസിലാകുന്നത്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചൊല്ലിക്കോ. എന്താണ് ദിക്റിന്റെ മഹത്വം? ദിക്റു മിൻ അഫ്കാലിൽ അഅ്മാൽ, നമ്മൾ ചെല്ലുന്ന സൽക്രമങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളിൽ ഏറ്റവും കനമുള്ള, ഭാരമുള്ളതാണ് ദിക്ർ. ദിക്റു മിൻ അഫ്കാലിൽ അഅ്മാൽ, നമ്മൾ ചെയ്യുന്ന ചൊല്ലുന്നതും ചെയ്യുന്നതുമായ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും കനം കൂടി നിൽക്കല്, ഏറ്റവും ഭാരം കൂടി നിൽക്കല്, അത് ദിക്റാണ്. അത് ദിക്റാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണേ. അത് അമാലുകളിൽ ഏറ്റവും കനം കൂടിയതാണ്. ദിക്ർ ചൊല്ലിയാൽ ഒരുവനുക്ക് കിട്ടുന്നത്, ലഭിക്കുന്നത് ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അളീം. ലഹും മഗ്ഫിറത്തുൻ, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അജ്റുൻ അളീം, വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കും. മഹത്താക്കപ്പെട്ട പ്രതിഫലം അല്ലാഹു കൊടുക്കും. വലിയ കൂലി അല്ലാഹു കൊടുക്കും. വലിയ കൂലി അല്ലാഹു അവനക്ക് കൊടുക്കും. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലാതിരിക്കല്ലേ. നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു വലിയ കൂലി അല്ലാഹു നൽകും.
അല്ലാഹു പാപങ്ങൾ അല്ലാഹു പൊറുക്കും, കൂലി അല്ലാഹു നൽകും. നമ്മൾ ദിനം ദിനം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോരുന്നവരാണ്. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കാൻ ഈ ദിക്റിന്റെ മജ്ലിസ് കാരണമാകും. വലിയ നേട്ടങ്ങൾ, വലിയ മഹത്വങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ നമ്മൾ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് അല്ലാഹു നൽകും. പിന്നീടോ അസ്ബാബുൽ ഫലാഇ വൽ ആഖിറ. അസ്ബാബുൽ ഫലാഇ വൽ ആഖിറ എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഇതൊരു കാരണമാകും. വിജയിക്കാൻ ദിക്ർ കാരണമാകും. നമ്മൾ എവിടെയും തളരൂല. ഈ മജ്ലിസിലിരുന്നാൽ നമ്മൾ എവിടെയും തളരൂല. മുഅ്മിനീങ്ങളെ, ദുനിയാവിലും വിജയിക്കും. ദുനിയാവും നമുക്ക് വേണം, ആഖിറവും വേണം നമുക്ക്. ദുനിയാവില് കാര്യങ്ങൾ കഴിച്ചു കൂട്ടാനും, കടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നല്ല ഹൈറായ ജോലി ലഭിക്കാനും, ഒരു ഹൈറായൊരു ഭവനം ഉണ്ടാവാനും, സന്താനഭാഗ്യം ഉണ്ടാവാനും, ദുനിയാവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത്, ഇവിടെ ജീവിച്ച് മരിക്കാനുള്ള കാര്യങ്ങൾ. അല്ലാതെ ദുനിയാവ് വാരിക്കൂട്ടാനല്ല, ജീവിച്ച് മരിക്കാൻ വേണ്ട ദുനിയാവ്. മഹാന്മാര് പറയരുത് ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അവിടെ ജീവിച്ച് കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ, ഇടങ്ങേറില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, റാഹത്തായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ചുകൂട്ടി നമുക്ക് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകണം മരിക്കണത് വരെ. അപ്പൊ നമുക്ക് എന്ത് പാടില്ല? ഇടങ്ങേറുകൾ പാടില്ല, മുസീബത്തുകൾ പാടില്ല. അതുകൊണ്ട് അസ്ബാബുൽ ഫലാഇ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ദിക്ർ ചൊല്ലിയാൽ വിജയിക്കും. ദിക്ർ ചൊല്ലിയാൽ അസ്ബാബുൽ ഫലാഇ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാകും. മുഅ്മിനീങ്ങളെ, വിജയിക്കണോ? ദിക്ർ ചൊല്ലിക്കോ. നിങ്ങളെ പാപങ്ങൾ പൊറുക്കണോ? ഈ ദിക്റിന്റെ മജ്ലിസിലിരുന്നോ? വലിയ മഹത്തായ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണോ? ഈ ദിക്റിന്റെ മജ്ലിസിലിരുന്നോ? ഇത് സ്വർഗത്തിലെ തോപ്പാണ്. ഇത് മുത്തുനബി പറഞ്ഞതാണ്, മുത്തുനബി നമ്മളെ ഉണർത്തിയതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ തോപ്പിൽ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ കുറച്ച് സമയമുള്ളൂ നമ്മളെ മജ്ലിസ്. ഇരുന്നോ എൻ്റെ മുത്തുനിങ്ങളെ, ഇരിക്ക്. ധാരാളം ആളുകളെ ഈ മജ്ലിസിലേക്ക് എത്തിക്ക്. നിങ്ങൾ വലിയ മജ്ലിസുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആളുകളെ കൂട്ടാറുണ്ട്, പേടിക്ക് കൂട്ടാറുണ്ട്. അതുപോലെ കൂട്ടി ആളുകളെ കൂട്ടി ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കും. ഇജാബത്തിലേക്കും ആർക്കും നേട്ടമുണ്ടാക്കാനല്ല, ആർക്കും ആളെ കൂട്ടിയിട്ട് വലിയ എന്തോ ഉണ്ടാക്കാനോ നേടിയെടുക്കാനോ അല്ല, ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കാനാണ്. ധാരാളം ആളുകൾ ആമീൻ പറയുന്ന മജ്ലിസില് അള്ളാഹുവിനെ ഭയക്കുന്ന ആബിദായ ഒരാളുണ്ട്. 40 ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസില് ഒരു ആബിദായ ഒരാളുണ്ട്. 40 ആളൊന്നുമല്ല നമ്മളെ മജ്ലിസില്, 1000 പങ്കെടുക്കുന്നുണ്ട്. ഇനി 10,000 ലക്ഷങ്ങൾ പങ്കെടുക്കണം. അത് നിങ്ങളെടുത്താണ് മുഅ്മിനീങ്ങളെ. ഒരു പരിപാടി നമ്മള് മദ്രസയിലെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ടിലോ മജ്ലിസ് പങ്കെടുത്താൽ ലക്ഷങ്ങൾ പങ്കെടുക്കില്ല. ഇപ്പൊ ലക്ഷങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ മജ്ലിസുകൾ സംഘടിപ്പിക്കണം. അത് ഹൈറായ രീതിയിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നമുക്കുണ്ടാകും. അതുകൊണ്ട് വിജയിക്കുക. ഈ ദിക്ർ കൊണ്ട്, ഈ മജ്ലിസ് കൊണ്ട് ധാരാളം ആളുകൾ വിജയിച്ചതാണ്. അവരെ മുറാദുകൾ ഹാസിലാക്കിയെടുത്തതാണ്. പിന്നെയും മുറാദുകൾ ഹാസിലാവാൻ, പിന്നെയും വീണ്ടും മുറാദുകൾ ഹാസിലാവാൻ ഇരിക്കുന്നവർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ, നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ, മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കാം. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്ലിസ്, മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതുന്ന മജ്ലിസ്. ഈ പ്രഭാത സമയത്ത് അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب
عليهم ولا الضالين آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاي بدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد العلوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
illallah, la ilaha 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 illallah. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലിനെ സ്വീകരിക്കണം അല്ലാഹ്, ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്, അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ്. ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ ഹസിലാക്കണം അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്, ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ, എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട്, നീ ഹസിലാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്, ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ്. മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ്. ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്, നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ്, ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ്, നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്.
അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലോ അല്ലാഹ്, ട്യൂമർ നൽകല്ലോ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനേ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്‌ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور
النور وأهلي اللهم صل على 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 النور وأهلي അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ അല്ലാഹ് ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് കിട്ടം വെക്കുന്നവരാണ് അല്ലാഹ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങള് എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ് നീ കൊയക്കല്ലോ അല്ലാഹ് നീ തളർത്തല്ലോ അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം. ധാരാളം ആളുകൾ ഈ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെച്ചവർ ധാരാളം മുറാദുകൾ കമന്റിലൂടെ അയച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ അവരത് കുറച്ച് വായിക്കാം. അല്ലാഹു അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാം. ദുആ വസിയത്തുകൾ എഴുതാൻ അറിയാത്ത ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവരിലുണ്ട് വിളിച്ചു പറയാറുണ്ട്, ഞങ്ങളെ എനിക്ക് എഴുതാൻ അറിയില്ല, നിങ്ങളെ ഇന്ന പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ ദുആ ചെയ്യണം. മകൻക്ക് ഒരു ഹൈറായ ജോലി ലഭിക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണം. ഭർത്താവിന്റെ സ്വഭാവങ്ങൾ മാറാൻ ദുആ ചെയ്യണം. ഭർത്താവിന് ജോലി ശരിയാവാൻ ദുആ ചെയ്യണം. അങ്ങനെ ധാരാളം വസിയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എഴുതിയ ആളുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വായിക്കാം. ഭർത്താവിന് അന്യപെണ്ണുമായിട്ടുള്ള അടുപ്പം തീരെ ഇല്ലാതാവാൻ തങ്ങളിപ്പോൾ പ്രത്യേകം ദുആ ചെയ്യണം. വിഷമത്തിലും പ്രയാസത്തിലുമാണ്, റാഹത്തിനും ദുആ ചെയ്യണേ തങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. റഹ്മുറഹീമീനായ അല്ലാഹ് അവരുടെ ഭർത്താവിന്റെ എല്ലാ ദുശ്ശീലങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ നീ സമാധാനം നിറക്കണേ അല്ലാഹ്, സ്നേഹത്തെ നിറക്കണേ അല്ലാഹ്, സ്നേഹം നീ ഇട്ട് കൊടുക്കണേ അല്ലാഹ്. ആ ബന്ധം പാടെ ഇല്ലാതാക്കണേ അല്ലാഹ്, ഇല്ലാതെയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ തങ്ങളെ എൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പ്ലീസ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ പൊന്നുമക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നല്ല അദബുള്ള നല്ല അഖിലുള്ള അല്ലാഹുവേ പൊന്നുമക്കളിൽ അവരെ ചേർക്കണേ അല്ലാഹ്. നല്ല ഇൽമും നല്ല ഹിഫ്ളും അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീടാനും മക്കൾക്ക് ഖൈറായ ഒരു ഇണയെ കിട്ടാനും തങ്ങൾ സ്വലീഹങ്ങളായി മക്കൾ സ്വലീഹങ്ങളായി വളരാനും തങ്ങൾ ദുആ ചെയ്യണേ അല്ലാഹുവേ. കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്, മക്കളെ സ്വലീഹങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങൾ കൂട്ടമായി ചെല്ലി വരുന്ന ഈ ദിക്റിന്റെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. ഞങ്ങളെല്ലാ മുറാദുകളും ഹസിലാക്കി തരണേ അല്ലാഹ്. ആമീൻ ഇൻഷാ അല്ലാഹ്.
കുടുംബത്തിൽ ഖൈറും ബറക്കത്തും സമാധാനവും കിട്ടാൻ, മകന്റെ ലൈസൻസ് എളുപ്പത്തിൽ പാസ്സായി കിട്ടാനും, നല്ല റാഹത്തുള്ള ഒരു ജോലി ശരിയാവാനും, നാട്ടിൽ വന്ന് മോന്റെ കല്യാണം റാഹത്തായി നടക്കാനും ദുആ ചെയ്യണേ. റഹ്മാനുർ റഹീമായ അല്ലാഹ്, മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് അല്ലാഹ്. അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കുടുംബത്തിൽ സമാധാനം നീ നിറക്കണേ അല്ലാഹ്. അല്ലാഹുവേ മകൻക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ലൈസൻസ് എത്രയും പെട്ടെന്ന് നീ കരങ്ങളിൽ നീ എത്തിക്കണേ അല്ലാഹ്. മകൻക്ക് അല്ലാഹുവേ ഖൈറായ ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് തങ്ങളുപ്പ ഒരുപാട് വിഷമങ്ങളുണ്ട്, എല്ലാം റാഹത്തായി കിട്ടാൻ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹു ഈ കമന്റ് ഇവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ റാഹത്തിന് വേണ്ടി നീ ഉസ്താദേ ദുആ ചെയ്യണേ. അല്ലാഹുവേ മകൻക്ക് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നീ നിറക്കണേ അല്ലാഹ്. ഗൾഫിലുള്ള മക്കൾക്കൊരു പ്രയാസങ്ങളും വരാതിരിക്കാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു. ഇവരുടെ മക്കൾക്കൊരു പ്രയാസം നീ കൊടുക്കല്ലോ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ കൊടുക്കല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ് തങ്ങളെ ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. ആഖിബത്ത് നന്നായി കിട്ടാൻ ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹുവേ. മരിക്കുന്ന സമയത്ത് ഈമാനോടുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആഖിബത്ത് അല്ലാഹുവേ നന്നാക്കണേ അല്ലാഹ്, ഈമാൻ നിറവടിയാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. തങ്ങളെ ദുആ ചെയ്യ്. എൻ്റെ മോൻ പഠിക്കാനും ഓതാനും മടിയാണ്, മടിമാറാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഇവിടെ മടികളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. തങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. മക്കൾ നന്നാവാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണേ ഉസ്താദേ. അല്ലാഹുവേ അല്ലാഹുവേ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. തങ്ങളെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നിങ്ങളെ ദുആ ചെയ്യണേ, നിങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന്റെ കല്യാണം ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. മകന്റെ ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മുറാദുകളുണ്ട് തങ്ങളിപ്പാ, ഒരുപാട് മുറാദുകളുണ്ട്. മജ്ലിസിൽ ഇരിക്കാറുണ്ട് തങ്ങളിപ്പാ, ഒരുപാട് മുറാദുകളുണ്ട്. മജ്ലിസിൽ ഇരിക്കാറുണ്ട് തങ്ങളിപ്പാ. ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവരെ മുറാദ് നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എപ്പോഴും മുറാദ് ഹസനാവാൻ തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മക്കളെ കാര്യത്തിന് വേണ്ടി തങ്ങളിപ്പാ ദുആ ചെയ്യണേ. എപ്പോഴും മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് സുഹറ എന്ന സഹോദരി. എപ്പോഴും ദുആവസിയത്തുകൾ അറിയിക്കുന്ന സഹോദരിയാണ്. അല്ലാഹുവേ അവരെ മക്കളുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരു വീട് പുതുക്കി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് അല്ലാഹു എത്രയും പെട്ടെന്ന് നീ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാമാണോ തടസ്സങ്ങൾ നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ മജ്ലിസിൽ സ്ഥിരമായി ദുആവസിയത്തുകൾ അറിയിക്കുന്നവരുണ്ട് അല്ലാഹുവേ. മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട്, ദുആയിൽ പങ്കെടുക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ. അല്ലാഹു നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്. ഖിയാമം വരെ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കണം. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ആമീൻ പറയും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനേ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس
ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഅയ്മിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ റാഫിഅ യാ അല്ലാഹ്, യാ മുദിൽ യാ അല്ലാഹ്, യാ സമീഅ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ
കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ്
മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാ, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണം അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.